ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെ വയനാട് യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നതാണ്, മുത്തങ്ങയിൽ പൊൻകുഴി എന്ന് പറയുന്ന സ്ഥലമാണ്. ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അത് മുത്തങ്ങ വഴിയാണ് പോവാ. നമ്മളിപ്പോൾ ഉള്ള ചീരാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ചീരാലിൽ നിന്ന് മുത്തങ്ങയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ബന്ധു വീട്ടിലാണെന്നുള്ളത്. നമ്മളെ വെല്ലിച്ചനും വെല്ലിമ്മയാണ് കൂടെ ഉള്ളത്. ഫസ്റ്റ് ഗിയറിലിടെ ഗിയർ മാറ്റി. വെല്ലിമ്മക്ക് നടക്കാൻ കുറച്ച് വിഷമമുണ്ട് കേട്ടോ. തമാശ പറഞ്ഞാന്ന്. നമ്മളെ അളിയന്റെ മോനാണ്. ഞാനും അവന് അടുത്ത് നിന്നിട്ടുള്ളത്. ഇത് അവൻ കുനിഞ്ഞിട്ടാ നിൽക്കുന്നത്. നേരക്ക് അതാ 6 അടി 4 ഇഞ്ച് ഹൈറ്റാണ് സിദ്ധാർത്ഥ്. അപ്പോൾ നമ്മൾ പോകുന്നത് പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. നമ്മളെല്ലാവരും യാത്ര തിരിച്ചു. അപ്പോൾ നമ്മൾ നമ്പിക്കൊല്ലിയിലേക്കാണ് പോകുന്നത്. ചീരാൽ റൂട്ടിൽ നിന്ന് നമ്പിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം. ഇത് കാണുന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസാണ്. അപ്പോൾ നമ്പിക്കൊല്ലിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്പിക്കൊല്ലിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുത്തങ്ങയ്ക്കുള്ള റോഡിലേക്ക് കൂടിയാണ് പോകേണ്ടത്. മുത്തങ്ങ പിന്നെ അവിടുന്ന് ഹൈവേയിലേക്ക് വരും. അത് സുൽത്താൻ ബത്തേരി മൈസൂർ ഹൈവേയിൽ കയറും ആ റോഡ്. അപ്പോൾ നമ്മൾ വണ്ടിയിലിരുന്ന് കഥകളെല്ലാം പറഞ്ഞ് വെല്ലിച്ചൻ എന്തെല്ലോ തമാശകളെല്ലാം പറഞ്ഞ് നമ്മൾ യാത്ര തിരിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളിപ്പോൾ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ സമയമാണ്. നല്ല കാലാവസ്ഥയാണ്, ചൂടൊന്നുമില്ല, ഇളം തണുപ്പുണ്ട്. അപ്പം രാത്രി നമ്മൾ ഫാനൊന്നും ഇടാതെ വയനാട്ടിൽ കിടന്നുറങ്ങാൻ വലിയ കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ ചുട്ടുപൊള്ളുന്ന ചൂടിൽ വയനാട്ടിൽ അത്ര അത്യുഷ്ണമില്ല. എങ്കിലും അവിടെയുള്ളവർക്ക് ഒരു ഉഷ്ണം തന്നെയാണ്. നമ്മൾ കണ്ണൂരിൽ നിന്ന് പോയതായതുകൊണ്ട് നമുക്ക് അത്ര വലിയ ചൂടായിട്ട് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ റോഡിലേക്ക് കയറി ഇവിടുന്ന് നമ്പിക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉള്ള റോഡിലേക്കാണ് കയറുക. മുത്തങ്ങയിലെത്തുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരേക്ക് പോകുന്ന റോഡിലാണ് ഈ റോഡിൽ ചെന്ന് കയറുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴുള്ളത്. അപ്പം നമ്മൾ ഹൈവേയിലേക്ക് കയറി. ഇതാണ് സുൽത്താൻ ബത്തേരി ടു മൈസൂര് പോകുന്ന ഹൈവേ. ഇതിലാണ് മുത്തങ്ങ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ മുത്തങ്ങയിലേക്കാണ് പോകുന്നത്. ഇത് ആന. ഇത് കാട്ടാനയല്ല, ഇത് നാട്ടാനയാണ്. എന്നാലും ആനയാണ്. മുത്തങ്ങയെന്ന് കണ്ടോണ്ട് കൗതുകം. നമ്മള് മുത്തങ്ങന്റെ ബോർഡ് കണ്ടല്ലേ. ഇതാണ് മുത്തങ്ങ. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് മുത്തങ്ങ എത്തി. ഇനി നമ്മള് പോകേണ്ട സ്ഥലത്തേക്ക് എത്ര ദൂരം ഉണ്ടാവും? വണ്ടി ആക്സിഡന്റ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകും. അപ്പൊ ഇതാണ് പൊൻകുഴി ക്ഷേത്രം. പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന റോഡിൽ മുത്തങ്ങ കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഈ അമ്പലം വരുന്നത്. പൊൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത്
വണ്ടി ആ മരത്തിൻ്റെ അടിയിൽ എത്തിയിട്ട് അമ്പലത്തിലേക്ക് വരുവാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഈ റോഡിൻ്റെ വല സൈഡിലായിട്ട് ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇട സൈഡായിട്ട് സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ക്ഷേത്രമായിട്ട് നിലകൊള്ളുന്നത്. ഇതാണ് പൊൻകുഴി ക്ഷേത്രത്തിന് പുറകുവശത്തായിട്ടുള്ളൊരു നദിയാണിത്, പൊൻകുഴി നദി. ഇവിടെ പിതൃതർപ്പണം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 മണി മുതൽ പിതൃതർപ്പണം ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഈ ക്ഷേത്രത്തിൽ. ഇത് വഴിപാട് കൗണ്ടറാണ്. അപ്പോൾ ഇവിടുന്ന് വഴിപാടെല്ലാം രസീതാക്കി ഇനി ക്ഷേത്ര ദർശനത്തിലേക്ക് പോവുകയാണ്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സീതാദേവിയുടെയും ഹനുമാൻ സ്വാമികളുടെയും ക്ഷേത്രം നിലകൊള്ളുന്നത്. റോഡിൻ്റെ മറുകരയിലായിട്ടാണ് ക്ഷേത്രം. ഇതാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം, പൊൻകുഴി ശ്രീരാമസ്വാമി ക്ഷേത്രം. തികച്ചും കേരളീയ ക്ഷേത്ര സങ്കല്പത്തിൽ പ്രതിഷ്ഠിതമായി നിർമ്മിച്ചൊരു ക്ഷേത്രമാണ്. വളരെ നല്ലൊരു ക്ഷേത്രം. ക്ഷേത്രത്തിന് പിൻവശത്തായിട്ട് ശാന്തമായി ഒഴുകുന്ന പൊന്മുഴി നദിയും അവിടെയാണ് പിതൃതർപ്പണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത് സീതാദേവിയുടെ ഹനുമാൻ ക്ഷേത്രം. പിന്നെ അയ്യപ്പ ദർശനത്തിന് പോകുന്ന സ്വാമിമാരുടെ ഭക്തരായ സ്വാമിമാർക്ക് ഇവിടെ ഒരു ഇടത്താവളം കൂടിയാണ്. ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മുടെ റോഡിൻ്റെ മറുകരയിലുള്ള സീതാദേവിയുടെയും ഹനുമാൻ സ്വാമികളുടെയും ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. സീതാദേവിയെ ശ്രീരാമൻ്റെ ഉപദേശപ്രകാരം ലക്ഷ്മണൻ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച സ്ഥലമാണ് ഈ പൊൻകുഴി എന്ന് അറിയപ്പെടുന്നതെന്നാണ് വിശ്വാസം. വല്യമ്മി വല്യച്ഛനെ വളരെ സൂക്ഷ്മതയോടുകൂടി ഹൈവേ ക്രോസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ക്രോസ് ചെയ്യുന്ന റോഡാണ്. രണ്ടാളും കൈ പിടിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് റോഡ് ക്രോസ് ചെയ്ത് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ സീതാദേവിയുടെയും ഹനുമാൻ സ്വാമികളുടെയും ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. സീതാദേവിയുടെ ക്ഷേത്രത്തിന് അഭിമുഖമായാണ് ഹനുമാൻ സ്വാമികളുടെ ക്ഷേത്ര പ്രതിഷ്ഠ. ലക്ഷ്മണനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി വന്ന് ഈ സ്ഥലത്താണ് വന്നിരുന്നത്. ദുഃഖത്താൽ കണ്ണീർ വാർക്കുകയും ചെയ്തു. സീതാദേവിയുടെ കണ്ണീരിലാൽ ഉണ്ടായ തടാകമാണ് ഇതെന്ന് പറയപ്പെടുന്നത്. ഒരു കാലത്തും വറ്റാത്ത വെള്ളമുള്ള ഒരു വിശാലമായ ഒരു തടാകമാണ് ഇത്. അപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ ഒരു ചായ കുടിക്കണം എന്നാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഒരു ചായ കുടിച്ച് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഇത് നമ്മുടെ കൊട്ടി ഉത്സവത്തിനൊരു ഹോട്ടലിൽ ഹോട്ടലിൽ മടക്കാണ്. ഞാൻ സമുദ്രം
അന്ന സാധനം നാരങ്ങവെള്ളം വേണോ? നാരങ്ങവെള്ളം, ഓക്കേ. നാരങ്ങവെള്ളം ചായ. വെളിച്ചെണ്ണ ചായ അരങ്ങോളം ഉണ്ടേ ചായ വേണ്ട. നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ ഇത് മുളം കാടുകളാണ്, ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. മുളയാണ്, ഫുള്ളായിട്ട് മുള, വലിയ വലിയ മരങ്ങളും. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഒരു വഴിയുണ്ട്, റോഡുണ്ട്. ഈ കാണുന്ന വലിയ കുഴി ഘടകമാണ് നീളത്തിൽ ഉണ്ടാക്കിയാണ്. ആനകൾ വരാതിരിക്കാൻ വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഘടകമാണ്. അതങ്ങനെ നീളത്തിലുണ്ട്. അപ്പം ആന ഈ ഘടകം കടന്ന് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഘടകം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചീരാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നേരെ നമ്പ്യാർകുന്ന്. ചീരാൽ ഏകദേശം നമ്മളെ തമിഴ്നാട് ബോർഡറിന് അടുത്തായിട്ട് വരുന്ന സ്ഥലം, ചെറിയ ടൗണ്. അത് കഴിഞ്ഞ് നമ്പ്യാർകുന്നാണ് ബോർഡർ. നമ്മളൊന്ന് നമ്പ്യാർകുന്ന് തമിഴ്നാട് ബോർഡർ വരെ ഒന്ന് പോയിട്ട് വരാം. നേരെയല്ലേ? ആ, ചീരാൽ അത്യാവശ്യം നല്ലൊരു ടൗണാണ് അല്ലേ? കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. നമ്മളെ കേരളത്തിന്റെ ലാസ്റ്റ് ചെറിയ ടൗണായത് നമ്പ്യാർകുന്ന്. പിന്നെ അങ്ങോട്ട് വലത്തോട്ടേക്ക് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ ഒരു ബസ് സാധനം കിട്ടുന്ന എവിടെയാ? അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ തമിഴ്നാട് ബോർഡർ, കേരള തമിഴ്നാട് ബോർഡർ. അപ്പോൾ അത് ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇതിൻ്റെ അപ്പുറം അങ്ങോട്ടേക്ക് തമിഴ്നാടാണ്, ഇത് കേരള. ഇതാണ് കൊക്കോ. ഇത് കൊക്കോ. ഇതോ? ഇത് അതിൻ്റെ അതെന്താണ്? അതെയാ? ഓ, ആ, ഇത് കാപ്പിയാ അല്ലേ? ഇതോ? ഇത് ഇഞ്ചിയാ? ഇഞ്ചിയാ ഇത്? പാറട്ട്. അപ്പൊ നമ്മള് കേരള തമിഴ്നാട് ബോർഡറിലാണുള്ളത്. ഇതോടുകൂടി നമ്മളെ ഇന്നത്തെ യാത്ര ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നതാണ്. ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ബോർഡറിലല്ല, തമിഴ്നാട് ബോർഡർ ലാസ്റ്റ് നമ്പ്യാർകുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൻ്റെ അപ്പുറം ഫോറസ്റ്റ്. ഈ മേഡം ഗ്രാമ്പു പെറുക്കുന്നതാണ്. ഗ്രാമ്പു കൊടുത്ത് കിട്ടിയ ഇതാണ് ഒരു ഗ്രാമ്പു. ഗ്രാമ്പൂന്റെ മരം കാണിച്ചു. ഇതാണ് ഗ്രാമ്പൂന്റെ മരം. ഇത് ഗ്രാമ്പൂന്റെ മരത്തിൽ നിന്ന് വീഴുന്ന സംഗതിയാണ്. ഇതാണ് ഈ മേഡം പെറുക്കിയെടുക്കുന്നത്. കിട്ടി. പച്ചയുണ്ട്, ഉണങ്ങിയത്. എന്റെ സമയത്ത് ഗായ്സ്, എൻ്റെ ഭാര്യക്ക് ഒരുപാട് കിട്ടി. ഭയങ്കര സന്തോഷത്തിലുണ്ട്. ഇനിയിപ്പോൾ അറിയൂ ഇതെന്താ സാധനം എന്ന്. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക പ്ലീസ്. അതാ പോയിട്ടുണ്ട് എടുക്കാൻ. നമ്മളൊരു നഴ്സറി കയറിയതാണ്. ഭാര്യ ഭയങ്കരമായ നിരീക്ഷണത്തിലുള്ളത്, എന്താ വേണ്ടതെന്ന്. പേരെടുക്കും. അടിപൊളിയുണ്ട്, സംഭവം അടിപൊളിയുണ്ട്. ഇവിടെ നമ്മളിപ്പം വാങ്ങാൻ പോകുന്ന ഒരു ഇസ്രയേൽ ഓറഞ്ച് എന്ന് പറഞ്ഞ ഒന്നാണ്. ഇസ്രയേൽ ഓറഞ്ച്. ഇതെല്ലാം മലേഷ്യൻ ചക്കകളാണ്. ഇതാ അമ്പഴങ്ങ. ഇതാണ് ഗൈസ് ഇസ്രയേൽ ഓറഞ്ച്. അപ്പോൾ ഇതിൻ്റെ 2 തൈ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലി അടക്കം തിന്നാം. കടിച്ച് തിന്നാം. വേണ്ട, അല്ല പഴുത്തിട്ടില്ല, ഫുള്ളായിട്ട് പഴുത്തില്ല, അതാണ്. ഓറഞ്ചിന്റെ ടേസ്റ്റ് തന്നെ. തൊലി തിന്നാം.